ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ പഴനിയിൽ മലയൊക്കെ കയറി ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലാണ്. ബാക്കി വീഡിയോസ് വഴി കൂടെ കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് പഴനി മല. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മുടെ ഈ കൊടൈക്കനാൽ ട്രിപ്പ്. കാരണം നമ്മൾ പഴനിയിലേക്ക് പോകുന്ന ടൈമിലാണ് അവിടുന്ന് 1.25 ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരമുള്ള നമ്മൾ അറിഞ്ഞത് കൊടൈക്കനാലിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ലീവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടൈക്കനാലിൽ എന്തായാലും അവിടെ വന്നതല്ലേ, അപ്പോൾ കൊടൈക്കനാലും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് അന്നേരം എടുത്ത തീരുമാനമാണ്. അങ്ങനെയാണ് നമ്മുടെ അച്ഛനും അമ്മയും നേരെ തിരിച്ച് നാട്ടിലേക്കും പോരുന്നു. ഞങ്ങൾ നേരെ കൊടൈക്കനാലിലേക്കും വിട്ടു. അപ്പോൾ നമ്മൾ റൂംസും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഓൺലൈനായിട്ട് റൂമെല്ലാം ബുക്ക് ചെയ്തത്. അപ്പം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടും പ്രദേശം പോലെ തന്നെ ഇടതൂർന്ന് ഇരു സൈഡിലായിട്ട് മരങ്ങളിങ്ങനെ ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സ്ഥലം എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു. പോകുന്ന വഴിയെല്ലാം ഫുള്ള് ബെൻഡ് റോഡുകളാണ്, അതായത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ് എല്ലാം. അപ്പോൾ നമ്മൾ വഴിയിൽ തന്നെ ഒരു സിൽവർ കസ്കേഡ് പാർക്ക് കണ്ടു. അപ്പോൾ നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഒരു വെള്ളച്ചാട്ടം ആയിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ അത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മൾ അവിടെ വെച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ റൂം ബുക്ക് ചെയ്തെടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തു. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.